നമസ്കാരം. റായ്ബറേലിയിലും അമേഠിയിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും അമേഠിയിൽ രാഹുൽ ഗാന്ധിയും മത്സരിക്കുമെന്ന സൂചനകളുണ്ടെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് ഇരു മണ്ഡലങ്ങളിലെയും പ്രവർത്തകരുടെ ആത്മവീര്യം ചോർത്തുന്നുണ്ടെന്ന് പ്രാദേശിക നേതാക്കൾ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടി തുടങ്ങിയിരിക്കുന്നു. അമേഠിയിൽ മത്സരിക്കാൻ തനിക്ക് താൽപ്പര്യമുണ്ട് എന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവുമാണ്. റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കുമ്പോൾ വദ്രയെ അമേഠിയിൽ നിർത്തിയാൽ BJPക്ക് അത് വലിയ വടിയാവുമെന്നതിനാൽ കോൺഗ്രസ് വദ്രയുടെ ആഗ്രഹത്തോട് പ്രതികരിച്ചിട്ടുമില്ല. BJP സീറ്റ് നിശ്ചയിച്ച വരുൺ ഗാന്ധി സമാജ്വാദി പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ വരുൺ കോൺഗ്രസിൻ്റെ അനുഗ്രഹാശംസകളോടെ അമേഠിയിൽ വന്നേക്കുമെന്നുള്ള സൂചനകളുണ്ട്. അമേഠിയിലും റായ്ബറേലിയിലും അയോധ്യയിലും അടക്കമുള്ള 14 മണ്ഡലങ്ങളിൽ മെയ് 20-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJP സ്ഥാനാർത്ഥിയും അമേഠിയിലെ സിറ്റിംഗ് MPയുമായിട്ടുള്ള കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വെള്ളിയാഴ്ച ഉൾപ്പെടെ 2 തവണ ഇതിനിടയ്ക്ക് മണ്ഡലത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. രാഹുലിനെതിരെ രൂക്ഷ വിമർശനമാണ് സ്മൃതി അഴിച്ചുവിടുന്നത്. 15 കൊല്ലമായി അമേഠിയിലെ ഉപയോഗമില്ലാത്ത MP ആയിരുന്നു രാഹുൽ ഗാന്ധി എന്ന് സ്മൃതി ആരോപിച്ചു. വയനാട്ടിൽ പത്രിക സമർപ്പിക്കുമ്പോൾ വയനാടാണ് വീടെങ്കിൽ അയാൾ അമേഠി എന്താണെന്ന് വ്യക്തമാക്കേണ്ടതല്ലേ? നിറം മാറുന്ന ജനങ്ങളെ താൻ കണ്ടിട്ടുണ്ട്, പക്ഷേ കുടുംബം മാറുന്നത് രാഹുൽ ഗാന്ധിയിലാണ് ആദ്യമായിട്ട് കാണുന്നതെന്നും സ്മൃതി ഇറാനി പരിഹസിക്കുന്നുണ്ട്. ഇവിടെ റായ്ബറേലിയിലും അമേഠിയിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ഇല്ലാതാകുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? റായ്ബറേലിൽ മത്സരിക്കുവാൻ പ്രിയങ്ക ഗാന്ധിയും അമേഠിയിൽ മത്സരിക്കുവാൻ രാഹുൽ ഗാന്ധിയും വിസമ്മതിച്ചതോടെയാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കഴിയാതായി പോയത്. എന്നാൽ അമേഠിയിൽ മത്സരിക്കുവാൻ താൽപ്പര്യമുണ്ട് എന്ന് പറഞ്ഞ് റോബർട്ട് വദ്ര, അതായത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, എത്തുന്നു. പക്ഷേ അളിയന് വേണ്ടി അമേഠി വിട്ടുകൊടുക്കുവാൻ രാഹുൽ ഗാന്ധി തയ്യാറാണെങ്കിൽ പോലും കോൺഗ്രസ്സുകാർ തയ്യാറല്ല. കാരണം ഈ അഴിമതി വീരനെ ചുമക്കുവാനുള്ള കരുത്തും ബലവും അവിടുത്തെ നാട്ടുകാർക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ റോബർട്ട് വദ്ര വേണ്ട എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ്സുകാർ എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ റായ്ബറേലിയിലും അമേഠിയിലും കോൺഗ്രസ്സുകാരായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ഒക്കെ മത്സരിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ BJP സീറ്റ് നിഷേധിക്കപ്പെട്ട വരുൺ ഗാന്ധി അമേഠിയിൽ എത്തുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഞാൻ മുൻപും അത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് സമാജ്വാദി പാർട്ടിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ കക്ഷിയായി നിന്ന് അമേഠിയിൽ മത്സരിക്കുവാനുള്ള സാധ്യതകൾ വരുൺ ഗാന്ധിക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മെയ് 20-ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന അമേഠിയിൽ വരുൺ ഗാന്ധിക്കുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അതായത് വരുൺ ഗാന്ധി അമേഠിയിലേക്ക് എത്തപ്പെടുമ്പോൾ അത് 2 തരത്തിൽ ഗുണകരമാകും. ഒന്ന്, മത്സരിച്ച് പരാജയപ്പെട്ടു എന്നുള്ള ഖ്യാതി രാഹുൽ ഗാന്ധിക്ക് ഒഴിവാവുകയും ഒപ്പം തന്നെ അമേഠിയിൽ കോൺഗ്രസിൻ്റെ കൂടി അനുഗ്രഹാശംസകളോടുകൂടി ഈ വരുൺ ഗാന്ധിക്ക് മത്സരിക്കാം എന്നുള്ളതും കൂടി ആകുമ്പോൾ 2 നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും. ഒന്ന്, രാഹുൽ ഗാന്ധിക്ക് അവിടെ നിന്ന് തലയൂരി വരാം. മറ്റൊന്ന്, വരുൺ ഗാന്ധിയെ നിർത്തി അമേഠി മത്സരിച്ച് വിജയിക്കുകയോ പരാജയപ്പെട്ടാലും അത് കോൺഗ്രസിന് ബാധിക്കുകയുമില്ല. ഇങ്ങനെയുള്ള 2 ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വരുൺ ഗാന്ധിയെ സമാജ്വാദി പാർട്ടിയിലൂടെ കോൺഗ്രസിൻ്റെ അനുഗ്രഹാശംസകളോടെ അമേഠിയിൽ നിർത്തി മത്സരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. എന്നാൽ ആ തന്ത്രങ്ങളൊക്കെ പൊളിക്കുന്നതായിരിക്കും സ്മൃതി ഇറാനി ചെയ്യാൻ പോകുന്നത്. സ്മൃതി ഇറാനി പറയുന്നത് പോലെ 15 കൊല്ലക്കാലം അമേഠിയിലുണ്ടായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഉപകാരമില്ലാത്തൊരു നേതാവായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് തന്നെയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുക എന്നുള്ളത് സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുവാൻ സാധ്യതയുള്ളത് വരുൺ ഗാന്ധിയാണ്. വരുൺ ഗാന്ധിക്ക് പിലിഭിത്ത് നഷ്ടപ്പെട്ടതിൽ നിന്നും മോചനം എന്നുള്ളത് അമേഠിയിലെത്തുമ്പോഴായിരിക്കും ഉണ്ടാവുക. കാരണം അമേഠി എന്ന് പറയപ്പെടുന്നത് മുൻപ് സഞ്ജയ് ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജയ് ഗാന്ധി, അതായത് വരുൺ ഗാന്ധിയുടെ പിതാവിൻ്റെ മണ്ഡലമായ അമേഠിയിൽ വീണ്ടും വരുൺ ഗാന്ധിക്ക് മത്സരിക്കുവാൻ കഴിയുമ്പോൾ തന്നെ അത് മറ്റൊരു തുടക്കമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വരുൺ ഗാന്ധിക്ക് അത്തരത്തിലുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ സ്വന്തം അച്ഛൻ വിജയിച്ചു കയറിയിട്ടുള്ള മണ്ഡലമാണ് അമേഠി. ആ മണ്ഡലത്തിൽ വീണ്ടും പിതാവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് വരുൺ ഗാന്ധിക്ക് എത്തുകയും ചെയ്യാം. അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കം അനുഗ്രഹാശംസകൾ വരുൺ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വരുൺ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചാൽ ഒരു തരത്തിലും കോൺഗ്രസിനെ ബാധിക്കുന്ന വിഷയമല്ല. കോൺഗ്രസിനെ അതിനെ എതിർക്കുകയുമില്ല. കാരണം രാഹുൽ ഗാന്ധി തോൽവിയിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ വരുൺ ഗാന്ധിയെ അമേഠിയിൽ മത്സരിപ്പിക്കുന്നതിൽ കോൺഗ്രസ് 2 കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.